ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 87. മാത്യുവിനെ വിളിക്കുന്നു. ഈശോ തടാകത്തിൻ്റെ വശത്ത് നിന്ന് ശിഷ്യന്മാരാൽ വലയപ്പെട്ട് ചന്തസ്ഥലത്തേക്ക് വരുന്നു. കുട്ടികൾ ഓടി വന്ന് ഈശോയെ അഭിവാദനം ചെയ്യുന്നു. ഈശോ അവരെ തഴുകുന്നു. അവർ പറയുന്ന കൊച്ചു കൊച്ചു വാക്കുകൾ താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്നു. 2 കുട്ടികളുടെ വഴക്ക് തീർക്കുന്നു. ഈശോ തന്നെ അവർക്ക് അത്തിപ്പഴം പറിച്ചു കൊടുത്ത് അവരെ രമ്യപ്പെടുത്തിയ ശേഷം പുഞ്ചിരി തൂകിക്കൊണ്ട് നടന്നകലുന്നു. നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. ചിലർ ഒരു സ്ഥലം പറയുന്നു, ചിലർ മറ്റൊരു സ്ഥലം. എന്നാൽ ഈശോ ഓരോ പ്രാവശ്യവും തല കുലുക്കിക്കൊണ്ട് ചിരിക്കുന്നു. പത്രോസ് പറയുന്നു, ഞങ്ങൾ തോറ്റിരിക്കുന്നു, അങ്ങ് പറയുന്നില്ലെങ്കിൽ. അവർ മൈതാനത്തെത്തി. ഈശോ മത്തായി ചുങ്കം പിരിക്കുന്നിടത്തേക്ക് നേരെ ചെന്നു. മത്തായി കണക്കുകളെല്ലാം ശരിയാക്കി നാണയങ്ങൾ ഇനം തിരിച്ച് വ്യത്യസ്ത നിറമുള്ള സഞ്ചികളിലാക്കി ലോഹനിർമ്മിതമായ ഒരു പെട്ടിയിൽ വയ്ക്കുന്നു. ആ പെട്ടി വേറെവിടെയോ കൊണ്ടുപോകാൻ 2 സേവകർ തയ്യാറായി നിൽക്കുന്നു. ഈശോയുടെ നിഴൽ ബെഞ്ചിൽ കണ്ടപ്പോൾ മത്തായി തല ഉയർത്തി നോക്കുന്നു. തന്നെ കണ്ടപ്പോൾ ഉടനെ എഴുന്നേറ്റ് നിന്ന മാത്യുവിനെ ഈശോ സൂക്ഷിച്ചു നോക്കുന്നു. തുളച്ചു കയറുന്ന ഒരു നോട്ടം കൂടി. എന്നാൽ നേരത്തെ നോക്കിയതുപോലെ കാർക്കശ്യമുള്ള ഒരു ന്യായാധിപൻ്റെ നോട്ടമല്ല, ഒരു വിളിയുടെയും സ്നേഹത്തിൻ്റെയും നോട്ടമാണ്. അതവനെ ആനന്ദപുളകിതനാക്കുകയും സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അൽഫയൂസിൻ്റെ പുത്രനായ മാത്യു, നിന്റെ സമയം വന്നിരിക്കുന്നു, വരൂ, എന്നെ അനുഗമിക്കൂ. ഈശോ ഗംഭീരമായി ആജ്ഞാപിക്കുന്നു. ഞാനോ? ഗുരു, കർത്താവെ, അവിടത്തേക്ക് അറിയാമോ ഞാൻ ആരാണെന്ന്? അവിടത്തേക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, എനിക്ക് വേണ്ടിയല്ല. വരൂ, എന്നെ അനുഗമിക്കൂ. അൽഫയൂസിൻ്റെ പുത്രനായ മാത്യു, എന്നെ അനുഗമിക്കൂ. ഈശോ കൂടുതൽ കരുണയോടെ ആവർത്തിച്ചു. ഓ ദൈവസന്നിധിയിൽ ഞാൻ എങ്ങനെയാണ് കൃപ കണ്ടെത്തിയത്? ഞാൻ അൽഫയൂസിൻ്റെ പുത്രനായ മാത്യു, ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളു കാണുന്നു. വരൂ, എന്നെ അനുഗമിക്കൂ. ഈ 3ാമത്തെ ക്ഷണം ഒരാലിംഗനമാണ്. ഓ ഉടനെ തന്നെ എൻ്റെ കർത്താവെ! മാത്യു കരഞ്ഞുകൊണ്ട് ഈ മേശയുടെ പിന്നിൽ നിന്നിറങ്ങി വരുന്നു. നാണയങ്ങൾ കിടക്കുന്നത് പെറുക്കാനോ പെട്ടി അടയ്ക്കാനോ ഒന്നും കൂട്ടാക്കാതെ എല്ലാം വിട്ടുകൊണ്ട്, എൻ്റെ കർത്താവെ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുന്നു. നിൻ്റെ വീട്ടിലേക്ക്. മനുഷ്യപുത്രന് നീ ആതിഥ്യം നൽകുമോ? ഓ, എന്നാൽ അങ്ങയെ വെറുക്കുന്നവർ എന്തായിരിക്കും പറയുക? ഞാൻ ശ്രദ്ധിക്കുന്നത് സ്വർഗത്തിൽ എന്താണ് പറയുന്നതെന്നാണ്. അവരവിടെ ഇങ്ങനെ പറയുന്നു, രക്ഷിക്കപ്പെട്ട ഒരു പാപിയെ പ്രതി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പിതാവ് പറയുന്നു, സ്വർഗത്തിൽ കാരുണ്യം എല്ലായ്പ്പോഴും ഉയരുന്നു. അത് ഭൂമിക്ക് മുകളിൽ പരന്നു നിൽക്കുന്ന നിത്യമായ പരിപൂർണ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനാൽ നിൻ്റെ മേലും ഞാൻ കരുണ കാണിക്കും. വരൂ, എൻ്റെ വരവോടെ നിൻ്റെ ഹൃദയവും അതുപോലെ നിൻ്റെ ഭവനവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ കൊണ്ട് ഞാൻ അതിനെ ശുദ്ധമാക്കി. എന്നാൽ ഇത് സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ ഒട്ടും കഴിഞ്ഞില്ല. ഞാൻ അങ്ങയുടെ വിശുദ്ധരായ ശിഷ്യരോടുകൂടെ. മാത്യു ശിഷ്യരെ നോക്കുന്നു. അതെ, എൻ്റെ സ്നേഹിതരോടുകൂടി വരൂ. ഞാൻ നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു. സഹോദരന്മാരെ പോലെ ആയിരിക്കൂ. ശിഷ്യന്മാർക്ക് വലിയ അത്ഭുതം. ഒരു വാക്കുരിയാടാൻ ആർക്കും കഴിയുന്നില്ല. അവർ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. മനോഹരമായ ഒരു വീട്. ഗുരു, അകത്തേക്ക് വരൂ. വെള്ളവും പാനീയങ്ങളും കൊണ്ടുവരൂ. ഭൃത്യന്മാർ ഉടനെ അവ കൊണ്ടുവന്നു. നിർദ്ദേശങ്ങൾ നൽകാൻ മാത്യു പുറത്തേക്ക് പോകുന്നു. ഈശോയും ശിഷ്യരും പാനീയങ്ങൾ കുടിച്ച് വിശ്രമിക്കുന്നു. മാത്യു തിരിച്ചു വന്നു. ഗുരു, വരൂ. ഭക്ഷണശാല ഇതിലും കുളിർമയുള്ളതാണ്. എൻ്റെ സ്നേഹിതരും വരുന്നുണ്ട്. ഓ, എനിക്ക് ഒരു വലിയ ആഘോഷം വേണം. ഇതെൻ്റെ പുനർജന്മമാണ്. നിൻ്റെ സ്നേഹത്താൽ നീ എൻ്റെ ഹൃദയത്തിന് പരിച്ഛേദനം നൽകി. ഗുരു, ഇതെൻ്റെ അവസാനത്തെ വിരുന്നായിരിക്കും. ചുങ്കക്കാരൻ മാത്യുവിന് ഇനി ഒരു ആഘോഷവും ലോകത്തിൻ്റെതായ ഒരു വിരുന്നും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതിനാലും ഞാൻ അങ്ങയെ സേവിക്കുന്നതിനാലുമുള്ള ഒരു ആന്തരിക ആനന്ദമേ ഇനി ഉണ്ടായിരിക്കുകയുള്ളൂ. കഴിഞ്ഞ 3 മാസത്തോളം ഞാൻ എന്തുമാത്രം കരഞ്ഞു. എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടായിരുന്നു. വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ, അശുദ്ധമായ ആത്മാവോടുകൂടിയ ഞാൻ, പരിശുദ്ധനായ അങ്ങേ പക്കലേക്ക് എങ്ങനെ വരും? അനുതാപത്താലും സ്നേഹത്താലും നീ അതിനെ ശുദ്ധീകരിക്കുകയായിരുന്നു. എന്നോടും നിൻ്റെ അയൽക്കാരോടുമുള്ള സ്നേഹത്താൽ. പത്രോസേ, ഇങ്ങു വരൂ. അത്ഭുതപരതന്ത്രനായ പത്രോസ് ഇത്രയും സമയമായിട്ടും ഒരക്ഷരം ഉരിയാടിയില്ല. പ്രായം ചെന്ന് നല്ല തടിയുള്ള കരുത്തന്മാരായ ഈ 2 പേരും പരസ്പരം നോക്കി നിൽക്കുന്നു. സുന്ദരനായ ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മധ്യേ നിൽക്കുന്നു. പത്രോസേ, നീ എന്നോട് പല പ്രാവശ്യം ചോദിച്ചല്ലോ, കൊച്ചു ജെയിംസിൻ്റെ കയ്യിൽ പണം കൊടുത്തയച്ചിരുന്ന ആൾ ആരാണെന്ന്. അയാൾ ഇതാ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ആര്?
ഓ മാത്യു, എന്നോട് ക്ഷമിക്കണമേ. അത് നീ ആയിരുന്നുവെന്ന് ആർക്ക് ചിന്തിക്കുവാൻ കഴിയും? നിന്റെ അന്യായ പലിശ നിമിത്തം ഞങ്ങൾ ശരണം കെട്ടിയിരിക്കുമായിരുന്നല്ലോ. നീ നിന്റെ ചങ്കിൻ്റെ ഒരു പങ്ക് പറിച്ചെടുത്ത് ഇത്രയധികം ദാനം ആഴ്ചതോറും തന്നിരുന്നുവെന്ന് എങ്ങനെ വിചാരിക്കും? എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് അന്യായമായി പലിശ ചുമത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് പറയുന്നു, എന്നെ നിരസിക്കരുതേ. അവൻ എന്നെ സ്വീകരിച്ചു. മാത്യുവിനെ തൻ്റെ പാദത്തിങ്കൽ കണ്ട പത്രോസ് അയാളെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കൂ, സാരമില്ല. എന്നോടോ മറ്റുള്ളവരോടോ നീ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല, അവനോട് ചോദിക്കണം. ഞങ്ങളും ഏകദേശം നിന്നെപ്പോലെ തന്നെ. വരൂ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഉടമ്പടി നമുക്കുണ്ടാക്കാം. പത്രോസ് മാത്യുവിൻ്റെ ഇരു കവിളുകളിലും ചുംബിക്കുന്നു. മറ്റുള്ളവരും ഏറെക്കുറെ സ്നേഹത്തോടെ തന്നെ മാത്യുവിനെ ചുംബിക്കുന്നു. എന്നാൽ ഒരു കെട്ട പാമ്പിനെ എന്ന പോലെ അത്ര കരുതലോടും പെട്ടെന്നുമാണ് യൂദാസിൻ്റെ ആലിംഗനം. എന്തോ ശബ്ദം കേട്ട് മാത്യു വെളിയിലേക്ക് ഇറങ്ങി. യൂദാസ് കറിയോത്ത പറയുന്നു, ഗുരു, ഇത് ബുദ്ധിപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രീശന്മാർ ഇപ്പോൾ തന്നെ അങ്ങേ കുറ്റം വിധിക്കുന്നു. നീയോ ഒരു ചുങ്കക്കാരനെ നിന്റെ ശിഷ്യനായി സ്വീകരിക്കുന്നു. ഒരു ചുങ്കക്കാരൻ. വേശ്യ കഴിഞ്ഞപ്പോൾ നീ നിന്നെ തന്നെ നശിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത്? പത്രോസ് അവന് ശരിയായ മറുപടി കൊടുക്കുന്നു. നമ്മുടെ ആതിഥേയൻ തിരിച്ചു വരുന്നു. ഏതാനും സ്നേഹിതരും കൂടെയുണ്ട്. അവരെ സുഹൃതമല്ലാത്ത മറ്റൊന്നും കാണിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. അതിന് കഴിവില്ലാത്തവർ പുറത്തേക്ക് പോകണം. ഈശോ പറയുന്നു. മാത്യു ഏതാനും പേരോടൊപ്പം വിരുന്ന് തുടങ്ങുകയാണ്. ഈശോ പത്രോസിൻ്റെയും മാത്യുവിൻ്റെയും മധ്യഭാഗത്തിരിക്കുന്നു. അനേകം കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ഒരു ഭൃത്യൻ തലയാട്ടി വീട്ടുടമയെ വിളിക്കുന്നു. ഗുരു, ഏലി, സൈമൺ, യോവാക്യം എന്നിവർ അകത്തേക്ക് വന്ന് അങ്ങയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങവരെ കാണുന്നു? മാത്യു ഈശോയോട് ചോദിച്ചു. തീർച്ചയായും. എന്നാൽ ഇവിടെയുള്ള എൻ്റെ സ്നേഹിതർ ചുങ്കക്കാരാണ്. അത് കാണാനാണ് വരുന്നത്. അവർ കാണട്ടെ. അത് മറയ്ക്കുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല. കാരണം ദുഷിച്ച നാവ് ഇവിടെ വേശ്യകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാര്യം ഒന്നുകൂടി മോശമാക്കുകയുള്ളൂ. 3 പ്രീശന്മാർ കടന്നു വരുന്നു. പരിഹാസം കലർന്ന പുഞ്ചിരിയോടെ ചുറ്റും നോക്കുന്നു. ഈശോ എഴുന്നേറ്റ് മാത്യുവിനോടുകൂടി അവരെ സ്വീകരിക്കുവാൻ പോകുന്നു. ഒരു കൈ തോളിൽ വെച്ചുകൊണ്ട് ഈശോ സംസാരിക്കുന്നു. ഓ ഇസ്രായേലിൻ്റെ യഥാർത്ഥ മക്കളെ, ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയും നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന വലിയ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അൽഫയൂസിൻ്റെ പുത്രനായ മാത്യു ഇന്നു മുതൽ കഫർനാമിൻ്റെ ഇടർച്ചയായിരുന്ന പാപിയായ മനുഷ്യനല്ല. ഇസ്രായേലിലെ ചിരങ്ങ് ബാധിച്ചിരുന്ന ഒരാടുകൂടി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. സന്തോഷിക്കുക. രോഗം പ്രാപിച്ച അനേകം ആടുകൾ അവൻ്റെ പിന്നാലെ സൗഖ്യം പ്രാപിക്കും. ചുങ്കക്കാരുടെ കൂടെയാണോ അവൻ തിരിച്ചു വരുന്നത്? ഓ, അത് നേരായും വളരെ കേമപ്പെട്ട മാനസാന്തരമാണ്. ഏലി, അവിടേക്ക് നോക്കൂ. അത് പെണ്ണുങ്ങളെ ഇടപാട് ചെയ്തുകൊണ്ടിരുന്ന ജോസിയായാണ്. മറ്റേത് വ്യഭിചാരിയായ സൈമണാണ്. മറ്റവനോ ചൂതുകളി വീടിൻ്റെ ഉടമ. ഗുരു, ഇവർ ആരൊക്കെയാണെന്ന് അവിടത്തേക്ക് അറിയാമോ? ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ കഫർനാമിലെ ആളുകളായ നിങ്ങൾ ഇതെല്ലാം അനുവദിച്ചതെന്തിന്? യോനാസിൻ്റെ പുത്രനായ സൈമൺ, എനിക്ക് നിന്നെക്കുറിച്ച് അത്ഭുതം തോന്നുന്നു. ഫിലിപ്പേ, നിന്നെ ഇവിടെ എല്ലാവരും അറിയുന്നതാണല്ലോ. നഥാനിയേലേ, നീ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനായിരുന്നിട്ടും നിങ്ങളുടെ ഗുരു പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചതെന്തിന്? എൻ്റെ ശിഷ്യരെ സമാധാനത്തിൽ വിടുക. ഞാനിത് വേണമെന്ന് വെച്ചു, ഞാൻ മാത്രം. ബഹുമാനം വേണ്ട എന്ന് ശിഷ്യന്മാർ പഠിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് നിയമത്തെപ്പോലും ബഹുമാനമില്ലാതാകുന്നു. ഏലി, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാക്കളുടെ ഗുരുക്കന്മാരാണെന്നറിയാം. പാപികൾ അങ്ങനെയല്ല. ഞാൻ അവരുടെ ആത്മാക്കളെ നേടുകയാണ്. അവ രോഗഗ്രസ്തമാണ്, മുറിവേറ്റവയാണ്, അശുദ്ധമായവയും. ഞാൻ അവയെ സുഖപ്പെടുത്തുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അവർ തന്നെ അവയെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും. പാപികൾക്കാണ് രക്ഷകനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നത് അവരെ രക്ഷിക്കാനാണ്. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം കൂടാതെ എന്നെ വെറുക്കാതിരിക്കൂ. ഈശോ ശാന്തനാണ്. എന്നാൽ പ്രീശന്മാർ മൂവരും മുറിപ്പെടുത്തുന്ന മുള്ളുകൾ കൊണ്ട് പൊതിയപ്പെട്ടവരാണ്. അവർ നീരസം കാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവർ പോയി കഴിഞ്ഞു. ഇനി എല്ലായിടത്തും നമ്മൾ വിമർശിക്കപ്പെടും. യൂദാസ് പിറുപിറുക്കുന്നു. അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ. പിതാവ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് നിങ്ങൾ തീർച്ചയാക്കണം. മാത്യു വിഷമിക്കേണ്ട. മാത്യുവിൻ്റെ സ്നേഹിതർ വിഷമിക്കേണ്ട. നമ്മുടെ മനസാക്ഷി പറയുന്നു, ഒരു ഉപദ്രവവും ചെയ്യരുത്. അത് മതി. ഈശോ ഇരിക്കുന്നു.